അങ്ങനെ പ്രത്യേകമായി സാംസ്കാരികമായും അതുപോലെ പരമ്പരാഗതമായും വിശ്വാസങ്ങളുമായി മുന്നിട്ട് പോകുന്ന സമൂഹത്തിലെ പ്രധാനപ്പെട്ട നിങ്ങൾ സാഹിത്യോത്സവത്തിലൂടെ ഓരോ മനുഷ്യ മനസ്സിനെയും സംസ്കൃതീകരിക്കുന്ന ഉന്നതമായ ഉദത്തമായ ഒരു കർമ്മം നിർവഹിക്കാം. ഇത് നമ്മുടെ ഈ വർത്തമാനകാലത്ത് ആവശ്യമായിരിക്കുന്നു എന്ന വസ്തുതയാണ്. ഇവിടെ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 1-2 പ്രദർശനങ്ങൾ കാണുകയുണ്ടായി. ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത മനോഹരമായ കാവ്യശില്പങ്ങളാണ്. അതെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല, ഓരോ സംഭവങ്ങളുടെ അനുസന്ധാനമായി കാണുകയാണ്. ആ സംഭവങ്ങളുടെ പ്രതിധ്വനി നിങ്ങൾ ഞാനും കാണുകയാണ്. ലോകത്തിന് നാനാഭാഗം നടന്ന അത്ഭുതകരമായ നിരവധി ദൃശ്യങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം തന്നെ ഓരോ പ്രത്യേകമായി കാണാനും കേൾക്കാനും വിലയിരുത്താൻ കഴിയുന്ന ഒരു സംഗമീയത ഇതുപോലെ ചടങ്ങുകൾ ഉണ്ടാകുന്നു എന്ന വസ്തുത. നമ്മുടെ മനസ്സിലാണ് എല്ലാ ദുർവൃത്തികളും ദുരാചാരങ്ങളുമെന്ന് നമുക്കെല്ലാം അറിയാം. സംഘർഷങ്ങളായിരുന്നാലും സംഘാതങ്ങളായിരുന്നാലും അവിടെയാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ സംപ്രീതമാക്കുവാനും സ്നേഹാദ്യമാക്കാനും എന്താണ് മാർഗം? ആ മാർഗങ്ങളിലൊന്ന് ഇതുപോലുള്ള സാഹിത്യോത്സവങ്ങളും കലാസാംസ്കാരിക പരിപാടികളും കലാവിരുന്നുകളും സംഗീതവും അതുപോലെ മനുഷ്യ മനസ്സിനെ സ്നേഹാർദ്രമാക്കുന്ന വിശിഷ്ടമായ ഉപചാരങ്ങളും പരിപാടികളുമാണ്. ഈ മഹത്തായ പ്രസ്ഥാനം സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന ആശയത്തെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ച ആളുകളിൽപ്പെട്ട ആളാണ് ഞാൻ. പ്രസ്ഥാനം ഉണ്ടാകും. ഒരച്ചടക്കമുള്ള വിദ്യാർത്ഥി സമൂഹം ഈ ലോകത്ത് വേണം, നമ്മുടെ നാട്ടിന് വേണം, സമാധാനകാംക്ഷികളായ ജനങ്ങൾക്ക് അനിവാര്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ ഏകദേശം 30% വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിക്കുന്നത് നമുക്കറിയാം. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായതിൻ്റെ സ്ഥാനത്ത് എത്രയോ യൂണിവേഴ്സിറ്റികളാണ്, എത്രയോ മെഡിക്കൽ കോളേജുകളാണ്. ക്ഷാമമില്ലാതെ കോളേജുകളും സ്ഥാപനങ്ങളും നിലകൊള്ളും. പക്ഷേ ഇത്രത്തോളം നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 30% വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചിട്ട് കൂടി അസ്വസ്ഥജനകമായ ഒരു യുവതലമുറയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അസ്വസ്ഥജനകമായ യുവതലമുറ ഈ യോഗത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ സാധ്യമല്ലാത്ത അത്രമാത്രം അസ്വസ്ഥജനകമായ ഒരു യുവതലമുറയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അതാണ് പണ്ട് 1977 ഭാരതത്തിൽ ഒരു അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കാൻ ഉള്ള കാരണമായി അന്നത്തെ വിദ്യാഭ്യാസ വീക്ഷണന്മാരും നയതന്ത്ര പ്രതികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വലിയ ആളുകൾ ബുദ്ധിമാന്മാരൊക്കെ ചിന്തിച്ചുണ്ടാക്കിയ അഭിപ്രായം നമ്മുടെ നാട്ടിൻ്റെ വരുമാനത്തിൻ്റെ വലിയ ശതമാനം വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചിട്ട് തന്നെ അസ്വസ്ഥജനകമായ ഒരു യുവതലമുറയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായൊരവസ്ഥയിലാണ് തീർച്ചയായും SSF എന്ന സമൂഹത്തെ ഈ രാഷ്ട്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്കോ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകൾക്കോ ഇത്ര അച്ചടക്കമുള്ള ഒരു സമൂഹത്തിനെ ഇവിടെ കാണിച്ചു തരാൻ സാധ്യമാണോ? സാധ്യമല്ല എന്നുള്ളത് വളരെ പ്രശ്നമാണ്. ജില്ലകളുടെ പോയിന്റ് നിലയാണ് പ്രഖ്യാപിക്കുന്നത്. കാസർഗോഡ് 188, വയനാട് 160, തൃശ്ശൂർ 123, പാലക്കാട് 112, നീലഗിരീസ് 108, എറണാകുളം 56, തിരുവനന്തപുരം 50, കൊല്ലം 42, ആലപ്പുഴ 37, പത്തനംതിട്ട 36, ഇടുക്കി 10.
237 പോയിന്റോടെ കണ്ണൂർ ജില്ല 3-ാം സ്ഥാനത്ത്, 245 പോയിന്റുകളോടെ കോഴിക്കോട് ജില്ല 2-ാം സ്ഥാനത്ത്, 274 പോയിന്റുകളോടെ മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്ത്. വിജയികൾക്ക് അഭിവാദ്യം. വിപ്ലവത്തിൻ പുതിയ സാക്ഷ്യമിതാ, ഒന്നായി നീതി കേടിൻ മല പിളർത്തി ഒഴുകിയെത്തും നവകരുത്തിൻ യുവസമുദ്രമിതാ, ധാർമ്മിക സമരമുദ്രയിതാ. വിപ്ലവത്തിൻ പുതിയ സാക്ഷ്യമിതാ, ഒന്നായി നീതി കേടിൻ മല പിളർത്തി ഒഴുകിയെത്തും നവകരുത്തിൻ യുവസമുദ്രമിതാ, ധാർമ്മിക സമരമുദ്രയിതാ. 1-ാം സ്ഥാനം നേടിയ മലപ്പുറം ജില്ലയ്ക്കുള്ള ട്രോഫി വിതരണം ചെയ്യുന്നു. മുത്തുനബിയുടെ വാക്കിൽ നിന്നും പേര് വാങ്ങിയതാണു നാം, ബദറിൻ ചരിതത്താളിൽ നിന്നും ഉയർത്തു വന്നവരാണു നാം. മുത്തുനബിയുടെ വാക്കിൽ നിന്നും പേര് വാങ്ങിയതാണു നാം. ചുറ്റുപാടില ധർമ്മകാരികളൊച്ച വയ്ക്കും കാലമിൽ ധീരമായ ചെറുത്തുനിൽപ്പിൻ കൊടികളേന്തി വരുന്നു നാം. തീയിൽ പൊട്ടിമുളച്ച ശക്തിയിതാ, വിടരും പുതിയ കാലം ധർമ്മ വഴിയിലുറച്ച ചുവടിൻ പോർത്തെളിക്കാൻ പുതുപ്രതീക്ഷയിതാ, നേരിൻ നവചരിത്രമിതാ. ഭീകരതയുടെ തീയിലാത്മാഹുതി വരുത്തുകയില്ല നാം, ജീർണതകളെ തിരുത്തി നീങ്ങും ധീര സക്രിയ ശക്തി നാം. ഭീകരതയുടെ തീയിലാത്മാഹുതി വരുത്തുകയില്ല നാം, ജീർണതകളെ തിരുത്തി നീങ്ങും ധീര സക്രിയ ശക്തി നാം. വേരുറച്ചു തഴച്ചു വളരും തിന്മയുടെ വടവൃക്ഷമേ, കടപുഴക്കിയെറിഞ്ഞു നവചരിതങ്ങൾ എഴുതി വരുന്നു നാം. ഇരുളകറ്റാൻ പുതിയ വെട്ടമിതാ, ഇനിയും ഹൃദയവാനിൽ നേരു പുലരും ചന്ദ്രകാന്തി ഉദിച്ചു വരും ഈ വിജയപാതയിതാ, ഉജ്ജ്വല സമരഗാഥയിതാ. വിപ്ലവത്തിൻ പുതിയ സാക്ഷ്യമിതാ, ഒന്നായി നീതി കേടി